Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, നമ്മൾ കുറച്ചധികം ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവിടെ ഉണ്ടാവണം. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. കാരണം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഫസ്റ്റ് ടേം ഓണപരീക്ഷയുടെ ഷെഡ്യൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ പ്ലസ് വണ്ണിൽ നിങ്ങളുടെ കോർ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടെങ്കിലും ഉണ്ടാവും. എന്നാൽ അതിനിടയിൽ നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് പ്ലസ് വണ്ണിലെ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത്. നോക്കൂ, ടെക്നിക്കലി സ്പീക്കിംഗ് നമുക്ക് ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നിന്നാണ് ഫസ്റ്റ് ടേം എക്സാമിന് ചോദ്യം വരേണ്ടത്. കാരണം നമുക്ക് ടോട്ടൽ 6 യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ടേമിൽ 2 യൂണിറ്റുകളിലെ 7 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദ്യം വരേണ്ടത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ചില സ്കൂളുകളിലെങ്കിലും, ഐ എം നോട്ട് ജനറലൈസിങ് തിങ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ചില സ്കൂളുകളിലെങ്കിലും 7 ചാപ്റ്റേഴ്സ് ഒന്നും എടുത്ത് തീർന്നിട്ടുണ്ടാവില്ല. എനിക്കറിയുന്ന ചില സ്കൂളുകളിലൊക്കെ 3 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ നിങ്ങളുടെ സ്കൂളിലെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു, എങ്ങനെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യൂ, ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാനതൊക്കെ വായിച്ചിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് 7 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരേണ്ടത്. ഏതൊക്കെയാണ് 7 ചാപ്റ്റേഴ്സ്? ഒന്നാമത്തെ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, ലിയാം ഓഫ് ലഹർട്ടിയുടെ. രണ്ടാമത്തത് ഐ വിൽ ഫ്ലൈ ആണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം. 3 ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ബയോഗ്രഫിയാണ്. ദെൻ അടുത്തത് ഇഫ് എന്ന് പറഞ്ഞ റഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഒരു മോട്ടിവേഷണൽ പോയമാണ്. ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ നെഹ്റു എഴുതിയ ഒരു എസ്സേ ആണ്. ദെൻ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അവസാനത്തത് ഡെത്ത് ലെവലർ എന്ന് പറഞ്ഞ പോയം. എന്നാൽ ഈ 7 ചാപ്റ്റേഴ്സ് ആണ് സിലബസിൽ ടെക്നിക്കലി ഉള്ളതെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് എടുത്തതെങ്കിൽ ആ 4 ചാപ്റ്റേഴ്സിന് എന്ത് വരുള്ളൂ, ചോദ്യങ്ങൾ വരുള്ളൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ വളരെ നേരത്തെ പറഞ്ഞേക്കാം. ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് പ്ലസ് വണ്ണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിങ്ങനെ വെറുതെ സമ്മറി മാത്രം പഠിച്ച് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ, ഐ വിൽ ഫ്ലൈയുടെ അല്ലെങ്കിൽ ആൻഡ് ദെൻ ഗാന്ധി കെയിമിന്റെ സമ്മറി മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ എക്സാമിന് രക്ഷപ്പെട്ടു പോയേക്കാം. എന്നാൽ ഒരു സീരിയസ് എക്സാമിന് അടുത്ത തവണ നിങ്ങൾ എഴുതാൻ പോകുന്ന സെക്കൻഡ് ടേമിനോ ഫൈനൽ എക്സാമിനോ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അത്യാവശ്യം നല്ല ഹോംവർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അങ്ങേയറ്റം യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടത്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ ടോപ്പിക്. സോ നിങ്ങൾക്ക് സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് എടുത്തു, എവിടെ വരെ എത്തിയെന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള 17-ലധികം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. റെഡി ആണെങ്കിൽ ഒന്ന് ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് റെഡി ആയിട്ടൊരു പേപ്പർ മേലായിട്ടൊന്ന് റെഡി. സോ നമ്മൾ 17 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനും ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. ഇതിന്റെയൊക്കെ ആൻസർ പറയുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ഇന്റൻഷൻ. റാദർ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ്. നോക്കൂ, ആദ്യത്തെ ടൈപ്പ് നമ്മൾ SSLCയിൽ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു, പാസേജ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പാസേജ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും. പക്ഷേ അത്ര വലിയ പാസേജോ അല്ലെങ്കിൽ 6 മാർക്കിന് 5 മാർക്കിന് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു കുഞ്ഞി പാസേജ് തന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, 1 മാർക്കിന്റെ ഒരു ചോദ്യം, 2 മാർക്കിന്റെ ഒരു ചോദ്യം, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ 1 മാർക്കിന്റെ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ നോക്കി, വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റോൾ ഓഫ് ഫാമിലി ഇൻ ബ്രിങ്ങിങ് അപ്പ് ആൻ ഇൻഡിവിജ്വൽ. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഒരു 3-4 സെന്റൻസിൽ മാക്സിമം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ പാസേജ് കോംപ്രിഹെൻഷൻ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പോയം കോംപ്രിഹെൻഷൻ ആണ്. നോക്കൂ, SSLCയിലെ പോലെ എല്ലാ വർഷവും പോയം കോംപ്രിഹെൻഷൻ, പാസേജ് കോംപ്രിഹെൻഷൻ ഉണ്ടാവണം നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷെ പോയം കോംപ്രിഹെൻഷനിൽ ഇതുപോലെ ഒരു 3-4-5 വരി തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 1 മാർക്ക്, ഇവിടെ എത്ര മാർക്കിന്റെ ചോദ്യമാണ്, 2 മാർക്കിന്റെ ആണ്. SSLCയിൽ നമുക്ക് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കായിരുന്നു. എന്നാൽ ഇവിടെ നോക്കി, വാട്ട് ഈസ് ദ മെസ്സേജ്. ഇവിടെ മെസ്സേജ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇലാബറേറ്റ് ചെയ്യണം. നിങ്ങൾ ആ പോയം വായിച്ച പഠിച്ച ഓർമ്മ വെച്ചിട്ട് എന്ത് ചെയ്യണം, 4-5 സെന്റൻസുകൾ എഴുതേണ്ടി വരും. അപ്പോഴേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ നോക്കി, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഫ്രൈസ്. യൂസ്ഡ് ഇൻ ദ ഫ്രേസ് അല്ല, യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഫ്രൈസ്, ഫസ്റ്റ് ലൈൻ ആണ്. സോ ഇവിടെ അൺഫോർഗീവിംഗ് മിനിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അൺഫോർഗീവിംഗ് മിനിറ്റ് ഒരു പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇഫ് എന്ന് പറഞ്ഞ പോയിന്റ് നിന്നാണ് നിങ്ങൾക്ക് പോയം കോംപ്രിഹെൻഷന് സാധ്യതയുള്ളത്. കാരണം പല സ്കൂളുകളിലും ഡെത്ത് ലെവലർ എടുത്തിട്ടില്ല. ഇഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അവസാനത്തെ 4 വരി. അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് എഡിറ്റ് ദ പാസേജ് ആണ്. എഡിറ്റ് ദ പാസേജ് 10ാം ക്ലാസ്സിൽ നമുക്ക്
എവിടെയായിരുന്നു മിസ്റ്റേക്ക്, എവിടെയായിരുന്നു എറർ, അത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തോ ബോൾഡ് ചെയ്തോ തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കൺഗ്രാജുലേഷൻസ്, +1 എത്തുമ്പോൾ ഇവിടെ എറേഴ്സ് എന്താണെന്ന് നമുക്ക് അറിയില്ല. നമ്മളത് എറേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് അതെന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഇവിടെ 4 മാർക്ക് ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ എത്ര എറേഴ്സ് ഉണ്ടാവും, 4 എറേഴ്സ് ഉണ്ടാവും. ഇത് ആക്ച്വലി ഇവിടെ ഡോക്ടർ കലാം എന്ന് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 18, പേജ് നമ്പർ 18 ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഇൻട്രോഡക്ടറി പാരഗ്രാഫാണ് അതുപോലെ അഡാപ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇതിൽ 4 മിസ്റ്റേക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ മിസ്റ്റേക്സ് എന്താണെന്ന് വേണമെങ്കിൽ ഓടിച്ച് പറഞ്ഞുതരാം. ഡോക്ടർ കലാം എക്സോട്ട് എന്ന് വരില്ല, എക്സോട്ട്സ് എന്നാ വരിക. കാരണം സിംഗുലർ ആയതുകൊണ്ട് എക്സോട്ട് എന്നുള്ളത് എക്സോട്ട്സ് എന്നാവും. Dr. Kalam exhorts everybody to be unique in his or her own way. There are many people who has എന്നല്ല വരിക, പീപ്പിൾ ആണ്, പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഹാവ് എന്ന് വരും. പ്രൂവ് their uniqueness even when fighting adversities and limitation. Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova in physics എന്ന് വരില്ല, പിന്നെയോ സൂപ്പർനോവ ഓഫ് ഫിസിക്സ് എന്നാണ് വരിക. ദെൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് കൂടെ ഉണ്ട്. യെസ്, അതെന്താണ്, യുണീക്നെസിന്റെ സ്പെല്ലിംഗ് കൂടെ തെറ്റായിട്ടാണ് കൊടുത്തത്. ഒരു എസ് കൂടെ വേണം യുണീക്നെസ്സിന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കണം, എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്യാനും വേണ്ടി പഠിക്കണം. അവിടെയാണ് എഡിറ്റിംഗിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റൊരു ഗ്രാമർ ചോദ്യമാണ് കൊഹസീവ് ഡിവൈസസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 27 മറ്റോ ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കൊഹസീവ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റൻസുകളെ, ഫ്രേസുകളെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ, വേർഡുകളെയാണ് നമ്മൾ കൊഹസീവ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ആക്ച്വലി, ദെർഫോർ, സോ, ബട്ട്, അൺഫോർച്ചുനേറ്റ്ലി. സോ ഇവിടെ ഓരോന്നിലും ഓരോ സ്പേസിലും ഏതാണ് അപ്രോപ്രിയേറ്റ് ആവുക. നോക്കൂ, സ്റ്റീഫൻസ് പാരന്റ്സ് വർ നോട്ട് വെൽത്തി. ഡാഷ് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. ഏതാ വരിക, ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. ഇത് പറയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഗ്രാമർ ആയതുകൊണ്ട് ഇത് പറയാതെ പോയി എനിക്ക് വലിയ സങ്കടമാണ്. അതുപോലെ ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. ഡാഷ് ദേ പ്ലാൻ ഫോർ. ഡാഷ് അതായത് സോ ദേ പ്ലാൻ ഫോർ, അതായത് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ പ്ലാൻ ഫോർ സ്റ്റീഫൻ ടു ഗോ ടു വെസ്റ്റ്മിനിസ്റ്റർ, എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ലണ്ടൻ. ഡാഷ് സ്റ്റീവൻ വാസ് ഇൽ അറ്റ് ദ ടൈം. എന്താ വരിക, അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീവൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ. അതുകൊണ്ട് അപ്പോൾ സോ കഴിഞ്ഞു. Therefore he attended the local St. Albans school. So cohesive devices ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ്. ഇനി അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 4ാമത്തെ പോയത്തിന്റെ പേരേ ഇഫ് എന്നാണ്, അതുകൊണ്ട് ഇഫ് ക്ലോസ് കണ്ടീഷണൽ സെന്റൻസസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. കംപ്ലീറ്റ് ദ സെന്റൻസ് സ്യൂട്ടബിളി. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്, അവിടെ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് എഴുതിയാൽ മതി. ഇവിടെ വർക്ക് ആണ്, V1 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. റൈറ്റ്, അപ്പോൾ അവിടെ എന്താ വരിക, യു വിൽ പാസ് ദ എക്സാം എന്നോ അങ്ങനെ വിൽ പ്ലസ് V1 വരുന്ന എന്തെങ്കിലും എഴുതിയാൽ മതി. ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇഫ് ഐ ഹാഡ് വിങ്സ്, ഇവിടെ നിങ്ങൾ ഹാഡ് കണ്ടിട്ട് ഹാഡ് പ്ലസ് V3 ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഹാഡ് എന്ന് പറയുന്നത് V2 ആണ്, അപ്പോൾ അപ്പുറത്ത് വുഡ് പ്ലസ് V1 വരണം. സോ ഇഫ് ഐ ഹാഡ് വിങ്സ് എന്താ പറയാം, ഐ വുഡ് ഫ്ലൈ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഇഫ് ക്ലോസുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഏതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്? റീറൈറ്റ് ദ ഫോളോയിങ് ഡയലോഗ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇത് ഏതാ ചാപ്റ്റർ? പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആണ്, 4ാമത്തെ ചാപ്റ്റർ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ് ചോദിച്ചതിന് വ്യത്യസ്തമായിട്ട് പാറ്റേണിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ 4 അല്ലെങ്കിൽ 2 എക്സ്ചേഞ്ചുകളുണ്ട്. ഇവിടെ ഒരു എക്സ്ചേഞ്ച്, 2 എക്സ്ചേഞ്ചുകളുണ്ട്, 4 സെന്റൻസുകളുണ്ട്. അപ്പോൾ 4 നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഞാൻ വെറുതെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് തരാം. Maggie asked Mr. Gupta if he was leaving that day. Mr. Gupta replied positively and added that today എന്നുള്ളത് that day now, is the day എന്നുള്ളത് was the day of my departure എന്നുള്ളത് his departure now. Maggie asked how long it would take him to reach his country. Then Mr. Gupta replied that ഇറ്റ് വുഡ് ടേക്ക്, അങ്ങനെ തന്നെ പറഞ്ഞു. ഇവിടെ എ ലിറ്റിലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് വുഡ് ടേക്ക് എന്നായിരിക്കും, ഇറ്റ് വിൽ ടേക്ക് എന്നായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താവും, ഇറ്റ് വുഡ് ടേക്ക് എ ലിറ്റിൽ മോർ ദാൻ 2 weeks. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട. ഇത് പറയാൻ വേണ്ടിയിട്ടല്ല വീഡിയോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത എന്താണ്, പാസീവ് വോയിസിന് സാധ്യതയുണ്ട്. അതായത് ആക്റ്റീവ് വോയിസ്, നമ്മൾ സാധാരണ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ഫോർ എക്സാമ്പിൾ, രാമ കിൽഡ് രാവണ. അതിനെ തിരിച്ച് ഒബ്ജക്റ്റിന് ആദ്യവും സബ്ജക്റ്റിന് അവസാനമുള്ള രാവണ വാസ് കിൽഡ് ബൈ രാമ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, പാസീവ് വോയിസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ചോദ്യം 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിലും ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഐ ടുക്ക് മാഗി ടു സീ ദ സൂ വൺസ്.
begin the sentence as Maggie തുടങ്ങുക. ഓക്കെ, സോ ഐ ടുക്ക് മാഗി എന്ന് പറയുന്നതിന് പകരം മാഗി വാസ് ടേക്കൺ ബൈ മീ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുക, അത് പാസീവ് ആക്കുക. അപ്പൊ ഇത്തരം ഗ്രാമർ ചോദ്യങ്ങളും എന്ത് ചെയ്യാം, ആദ്യത്തെ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 80 മാർക്കിന്റെ വലിയ പരീക്ഷയിലാണെങ്കിൽ ഇനി നിങ്ങളുടെ സ്കൂളിൽ ഏത് ഫോർമാറ്റിലാണോ നടക്കുന്നതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ചോദിക്കാൻ സാധ്യത. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്സ് ഇപ്പൊ തന്നെ അറിയിച്ചേക്കൂ. അടുത്തത് ഇമെയിലാണ്. നോക്കൂ, ഇമെയിൽ +1 വളരെ പൊട്ടൻഷ്യൽ ഉള്ള ആദ്യത്തെ ടേം മുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, വി ഷുഡ് നോട്ട് ഗിവ് അപ്പ് ആൻഡ് വി ഷുഡ് നോട്ട് അലോ പ്രോബ്ലംസ് ടു ഡിഫീറ്റ് us. The words of APJ Abdul Kalam is a true inspiration for all of us. On the light of the ancient poem I will fly. പല ആൾക്കാരും ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ള ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ജലാലുദ്ദീൻ റൂമിയുടെ പോയം ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ എന്താ ചോദ്യം, നിങ്ങൾ ആ പോയം വായിച്ചതിന്റെ ബേസിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ എഴുതാൻ. ഇതൊരു ജനറൽ ചോദ്യമാണ്, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ചാപ്റ്റർ വായിച്ച, ആ പോയം വായിച്ച ഒരാൾക്ക് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. 4 മാർക്കിനൊക്കെയാണ് ഇമെയിൽ ചോദിക്കാറ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിനാണ് ചോദിച്ചത്. 2019 സർക്കാർ ഒഫീഷ്യലി നടത്തിയ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം എടുത്തത്. ഓക്കെ, അടുത്തത് ഇലാബറേറ്റ് ദ ലൈൻസ്. ശ്രദ്ധിച്ച് കേട്ടോളെ എൻ്റെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകിച്ച്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമുക്ക് പോയത്തുനിന്ന് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കോംപ്രിഹെൻഷൻ ആണ്, ലൈൻസ് തന്നിട്ട് ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അപ്രിസിയേഷൻ ആണ്. എന്നാൽ +1 എത്തുമ്പോൾ ആ കലാപരിപാടി മാത്രമല്ല ഉള്ളത്. പിന്നെയോ നിങ്ങൾക്ക് ഇതുപോലെ 3 or 4 വരികൾ തരും. എന്നിട്ട് എന്ത് പറയും, ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോയം ഡെത്ത് ലെവലർ. അപ്പൊ ഈ പോയം നന്നായി വായിച്ച, ലൈൻ ബൈ ലൈൻ വായിച്ച് എക്സ്പ്ലനേഷൻ പഠിച്ച, പാരാഫ്രൈസ് നോക്കിയ ഒരു കുട്ടിക്ക് മാത്രമേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇത് വെറുതെ വേർഡ്സ് മാത്രമേ ഉള്ളൂ, സമ്മറി പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇലാബറേറ്റ് ലൈൻസ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ പോയം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നടത്താൻ പോകുന്ന എക്സാമിൽ മിക്കവാറും ഇഫിൽ ഒരു 4 വരി തന്നിട്ട് എന്ത് ചെയ്യും, ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പാരഗ്രാഫ് റൈറ്റിംഗ്. ഇത് പല രീതിയിൽ +1 ചോദിക്കും. മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് റൈറ്റിംഗ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാനൊരു 4 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര എക്സാമ്പിൾ? 4 എക്സാമ്പിൾ. അതോടുകൂടെ കൃത്യം കാര്യം മനസ്സിലാവും. ഒന്നാമത്തെ നോക്കിയേ, ഇത് ചിലപ്പോൾ ഇതേ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുക എക്സാമിൽ, സ്കൂളിൽ. ഇൻ ദ പോയം ഇഫ് റഡ്യാർഡ് കിപ്ലിംഗ് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെന്റ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. അതായത് ഒരു പെർഫെക്റ്റ് മാൻ ആവാനുള്ള കണ്ടീഷൻസ്, ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. റൈറ്റ് ഡൗൺ യുവർ വ്യൂസ് ഓഫ് എ പെർഫെക്റ്റ് മാൻ ഇൻ എ പാരഗ്രാഫ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. പെർഫെക്റ്റ് മാൻ്റെ നിങ്ങളുടെ വ്യൂസ് എന്താണ്, നിങ്ങളുടെ ഒപ്പീനിയൻ. ജനറൽ ചോദ്യമാണെന്ന് വിചാരിക്കും, പക്ഷേ ആ പോയം ലൈൻ ബൈ ലൈൻ നോക്കാത്ത ആൾക്കാർക്ക് ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അടുത്തത്, The journey of 1,000 miles begins with a single step. ഇതൊരു കോട്ടാണ്, ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടൊരു കോട്ടാണ്. നിങ്ങളോട് എന്താ ചോദ്യം, ഹൗ ഫാർ ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഇൻ ദ കേസ് ഓഫ് യങ് സീഗൾ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഈ കോട്ടിനെ എന്ത് ചെയ്യണം, ഇലാബറേറ്റ് ചെയ്യണം. പാരഗ്രാഫ് ആണ്, ജനറൽ സ്വഭാവമുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാര്യങ്ങൾ എടുക്കണം. ഓക്കെ, കോണ്ടന്റ് നിങ്ങൾ അവിടെ നിന്ന് കൂടെ എടുക്കണം. ഇനി വലിയൊരു ടൈപ്പ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, പക്ഷെ 4 മാർക്ക് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം, ശ്രദ്ധിച്ചോണേ. സർ, ഐ ഡോണ്ട് നോ what I should ask. I am nervous. I need to have confidence, but I haven't gained any confidence through my education all these years. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, ഐ വിൽ ഫ്ലൈ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ വായിച്ച ആൾക്കാർക്ക് ഈ സെന്റൻസ് ഓർമ്മയുണ്ട്. ഇതാര് പറയുന്നതാ? ഇതാ വില്ലേജ് ബോയ് പറയുന്ന ഡയലോഗാണ്. ദീസ് വേർഡ്സ് ഓഫ് ദ വില്ലേജ് ബോയ് ഹു പോസ്റ്റ് എ ക്വസ്റ്റ്യൻ ടു ഡോക്ടർ APJ Abdul Kalam echoes the concern of many youth in India. What do you think is the real crisis of the village boy? ആ വില്ലേജ് ബോയുടെ ശരിക്കുള്ള ക്രൈസിസ് എന്താണ്, പ്രതിസന്ധി എന്താണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. നോക്കൂ, ആ ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണം. സോ ഓൾവേസ് റിമെമ്പർ, സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തറോ ആയിട്ട് വായിക്കുക. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. അടുത്ത സ്റ്റെപ്പാണ് എന്ത് ചെയ്യുക, നമ്മുടെ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകൾ കാണുക, കോണ്ടന്റ് വീഡിയോസ് കാണാം ഉറപ്പായിട്ടും. ഓക്കെ, എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ എ പാരഗ്രാഫ്. ഇങ്ങനെയും ചോദിക്കും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടുന്നുണ്ടല്ലോ +1 ചോദ്യങ്ങൾ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പെട്ടിയിൽ ഞാൻ ഒരു ആണിയും കൂടി അടിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു. While reading the lesson and then Gandhi came, a friend of yours, നിങ്ങൾ ഏതോ ഒരു കുരുത്തം കെട്ട സുഹൃത്ത്, അതാരെന്ന് പറയുന്നില്ലാണെങ്കിൽ നമുക്കത് പോയി കാണായിരുന്നു, noted down certain points in her notebook. പെൺകുട്ടിയാ,
അവളുടെ നോട്ട്ബുക്കിൽ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തു. വിച്ച് ഈസ് ഗിവൺ ബിലോ, താഴെ കൊടുത്തിട്ടുണ്ട്. ഗോ ത്രൂ ദി നോട്ട് ആൻഡ് ഡെവലപ്പ് ഇറ്റ് ഇൻ ടു എ പാരഗ്രാഫ്. അവൾ എഴുതിയ നോട്ട് എന്തിനാ ഞാൻ പാരഗ്രാഫ് ആക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 6 മാർക്ക് കിട്ടുള്ളൂ. എത്ര മാർക്ക് കിട്ടുള്ളൂ? 6 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ ആൻഡൻ ഗാന്ധിക്കും ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചൊരു കുട്ടിക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ സമ്മറി എങ്കിലും പഠിച്ച കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്റ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ആക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് 10ാം ക്ലാസ് ചോദിക്കുന്ന പോലത്തെ ഡയറിക്കും ലെറ്ററിനും ഒക്കെ സാധ്യതയുണ്ട്. ഇവിടെ നോക്കിയ ഒരു ഡയറി, ആരുടെ ഡയറി എൻട്രിയാണ്? ദ ന്യൂസ് ഓഫ് ദ ഡെത്ത് ഓഫ് എ ബ്രദർ ഫ്രാങ്ക് ഷാറ്റേഴ്സ് മാഗി. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഓണപരീക്ഷയ്ക്ക് ചോദ്യം വരില്ല. പക്ഷേ ക്രിസ്മസ് എക്സാം നമ്മൾ എഴുതണമല്ലോ, അതിനുവേണ്ടി പഠിക്കണമല്ലോ, വേണം. ഷീ വാണ്ട്സ് ടു പേ ഹോമേജ് ടു her dear brother. She writes down the thoughts in her diary. So ബ്രദർ മരിച്ചതിന് ശേഷം മാഗി എഴുതുന്ന ഡയറി. അതുപോലെ സാധ്യതയുള്ള ചോദ്യമാണ് ലെറ്റർ. ഓക്കെ, ഒരു ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്ററും സാധ്യതയുണ്ട്. ഇവിടെ നോക്കി, മിസ്റ്റർ ഗുപ്ത സേസ് ടു മാഗി, I have a sister at home about your age. Suppose Mr. Gupta writes a letter to his sister introducing Maggie and a family. Mr. Gupta നാട്ടിലുള്ള തന്റെ സഹോദരിക്ക് മാഗി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു കത്ത് എഴുതുന്നു. മാഗിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുന്നു. ആ കത്ത് എഴുതാൻ വേണ്ടി 6 മാർക്ക് ലെറ്റർ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ സ്കൂളിൽ ഒരു 40 മാർക്കിനൊക്കെയാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ 80 മാർക്കിന് നടക്കുമെന്ന് എനിക്ക് അറിയില്ല. 80 മാർക്കിനാണെങ്കിൽ ഉറപ്പായിട്ടും, ഇനി 40 മാർക്കിനാണെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യെസ്, നിങ്ങൾ ഓൾറെഡി ചോദ്യം വായിച്ച് ഞെട്ടി നിൽക്കുന്നുണ്ട്, ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, പ്രൊഫൈൽ റൈറ്റിംഗ് വളരെ ജനറൽ ആയിട്ടൊരു ചോദ്യമായിട്ടാണ് +1 അവർ കൺസീവ് ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ്സിലും അതെ. 10ാം ക്ലാസ്സിൽ ഇത്തവണത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തുനിന്നുള്ള ആളുടെ പ്രൊഫൈലാണ് ചോദിക്കുന്നത്, അവർക്ക് പഠിക്കാനുള്ള ആളുടെ അല്ല. അപ്പോൾ അത് +1 ഉറപ്പായിട്ടും എല്ലാ വർഷവും അങ്ങനെയാണ്. +1 കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലിയുടെ പ്രൊഫൈൽ എന്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വളരെ റെലവൻസ് ഉള്ള ഒരാളുടെ പ്രൊഫൈൽ ചോദിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ഗസ് ചെയ്തേ ഉള്ളൂ. കാരണം റീസെൻ്റ്ലി കേരളത്തിൽ മരണപ്പെട്ട, നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി കൊടുത്ത അത്രയും പോപ്പുലർ ആയിട്ടൊരു ഫിഗർ ഈ അടുത്തുണ്ടായിരുന്നു. അതാരാണ്? VS അച്യുതാനന്ദനാണ്. സോ VS അച്യുതാനന്ദൻ സാറിൻ്റെ പ്രൊഫൈൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. എനിക്കറിയില്ല കേട്ടോ, നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇട്ടാന്ന് പറയുന്നത് ചോദിച്ചേക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഒരു പ്രൊഫൈൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇടാൻ വേണ്ടി ചോദിച്ചേക്കാം. പ്രൊഫൈൽ വലിയ ചോദ്യമാണ് കേട്ടോ. 6 മാർക്കിനും ഒക്കെയാണ് 8 മാർക്കിന് വരെ പ്രൊഫൈൽ ചോദിച്ച ചരിത്രമുണ്ട് +1 ഇംഗ്ലീഷിൽ. അടുത്തത് എസ്സേ റൈറ്റിംഗ് ആണ്. 10ാം ക്ലാസ് വരെ നമുക്ക് മാക്സിമം മാർക്ക് 7 മാർക്കായിരുന്നു. എന്നാൽ +1 അത് 8 മാർക്കാണ്. 8 മാർക്കിന് എസ്സേ ചോദിക്കാം, 8 മാർക്കിന് സ്പീച്ച് ചോദിക്കാം. ഇത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഉത്തരം തരാം. നോക്കൂ, An India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. ഞാൻ ഈ ചോദ്യം തന്നെ പിക്ക് ചെയ്യാനുള്ള കാരണം, ഒന്ന്, ആൻഡൻ ഗാന്ധിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. സ്കൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്രിസ്മസ് എക്സാം വരെ പഠിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യത്തിന് കണ്ടംപററി റെലവൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ആഡ് ചെയ്തത്. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് ഗാന്ധിസ് ഡ്രീംസ്. ഇത് ഗാന്ധിയുടെ സ്വപ്നത്തിൽ ഇന്ത്യയാണ്. ബട്ട് ഹിസ് ഡ്രീം സ്റ്റിൽ റിമെയിൻ അൺഫുൾഫിൽഡ്. ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യങ്ങർ ജനറേഷൻ, ഞാനാണ്, എനിക്ക് വയസ്സായി, ഓക്കെ, യങ്ങർ ജനറേഷൻ, റൈറ്റ് എൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. അതായത് നിങ്ങളുടെ, ഇപ്പം ഞാനാണ് പരീക്ഷ എഴുതെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ ഇന്ത്യയെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യുക, 8 മാർക്കിന് എസ്സേ എഴുതുക. ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓർമ്മയുണ്ടെങ്കിൽ അതും ഇതും എന്ത് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അടിപൊളി എസ്സേ എഴുതാം. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അടുത്തത് സ്പീച്ചാണ്. സ്പീച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഈ ചോദ്യം വളരെ സർപ്രൈസിങ് ആണ്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ വല്ലാതെ തൊട്ടു നോക്കാത്ത ഒരു ചാപ്റ്ററാണ് ഇത്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. പക്ഷെ അതിൽ ഇങ്ങനൊരു ചോദ്യത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട്. എ മീറ്റിംഗ് ഈസ് convened means conducted to commemorate, ഓർമ്മ പുതുക്കാൻ, the findings of the great scientist Stephen Hawking. On this occasion, his wife Jane Wilde recollects and speaks about her early days of courtship and marriage with him. സോ ഇവിടെ ജെയിൻ വൈൽഡ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടുമുട്ടുന്നതും കല്യാണം കഴിക്കുന്നതും അവരുടെ അനുഭവവും അയാളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഡെലിവർ ചെയ്യുന്നു, ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നു. സോ പ്രിപ്പയർ ദ പോസിബിൾ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് എന്ന് വെച്ചാൽ സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെലിവേർഡ് ബൈ ജെയിൻ വൈൽഡ്. ആ ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ സമ്മറി എങ്കിലും പഠിച്ച കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്താണത്? അപ്രിസിയേഷൻ ആണ്. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ഇഫ് എന്ന് പറഞ്ഞ പോകത്തിൻ്റെ ഒരു 2-3 സ്റ്റാൻസ് തന്നിട്ട് അപ്രിസിയേഷൻ എഴുതുക. 2-3 സ്റ്റാൻസ് തരില്ല, കാരണം ഒരു സ്റ്റാൻസിൽ 8 വരിക. അപ്പോൾ ഒരു സ്റ്റാൻസൊക്കെ തന്നിട്ട് അപ്രിസിയേഷൻ ചോദിച്ചേക്കാം. പക്ഷെ ഒരു
നിങ്ങളുടെ സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതിപ്പോൾ സെക്കൻഡ് ടേം എക്സാം ആയാലും മോഡൽ എക്സാം ആയാലും പബ്ലിക് എക്സാം ആയാലും ഒക്കെ +1 മുതൽ അല്ലെങ്കിൽ +1-ൽ പഠിച്ച പോയത്തിന്റെ അപ്രിസിയേഷൻ ആയിരിക്കില്ല, പിന്നെയോ ഒരു അൺനോൺ പോയത്തിന്റെ അപ്രിസിയേഷൻ ആയിരിക്കും ചോദിക്കുക. +2-ൽ എത്തുമ്പോൾ പഠിച്ച പോയവും അൺനോൺ പോയവും കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുക. +1-ൽ അൺനോൺ പോയത്തിന്റെ അപ്രിസിയേഷൻ, +2-ൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പോയവും അൺനോൺ പോയും തമ്മിൽ കമ്പയർ ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, റീഡ് ദ ഗിവൻ പോയം ആൻഡ് അറ്റംപ്റ്റ് ആൻ അപ്രിസിയേഷൻ. ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞ പോയം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അതിന്റെ അപ്രിസിയേഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ ഇഫിന്റെ അപ്രിസിയേഷൻ എഴുതാനോ അല്ലെങ്കിൽ ഡെത്ത് ലെവലിന്റെ അപ്രിസിയേഷൻ എഴുതാനോ ചോദിക്കില്ല. ഓക്കെ, സോ മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? നിങ്ങൾ പറഞ്ഞോളൂ. ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവണം, ഒരു പ്ലാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതിനുവേണ്ടി പണിയെടുത്തിട്ടാണ് രാജു സാർ ഈ വീഡിയോ തയ്യാറാക്കിയത്. നിങ്ങളുടെ കമന്റ് ബോക്സിലെ ഫീഡ്ബാക്സും നിങ്ങളുടെ ലൈക്കുകളും ഒക്കെയാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, this is Nasir Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, signing off from Xylem Learning. Happy learning everybody. Thank you.